അപ്പോൾ ഒരിക്കൽ കൂടി അച്ചൂസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതിന് റുബീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അബുദാബിയിൽ നിന്ന് ഏതാണ്ട് ഒരു 300 കിലോമീറ്റർ ദൂരമുണ്ട്. ഏതാണ്ട് 2.5 മണിക്കൂർ കൊണ്ട് ഇങ്ങെത്തുള്ളൂ. അബുദാബിയിൽ നിന്ന് 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ക്യാമ്പെന്ന് പറഞ്ഞാൽ ഇമിക്കോ എന്നും പറഞ്ഞൊരു ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നല്ല വൃത്തിയുള്ളൊരു ക്യാമ്പാണ്, കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ഒരുപാടുള്ളൊരു ക്യാമ്പാണ് ഇമിക്കോ എന്ന് പറയുന്ന ക്യാമ്പ്. ഇവിടുത്തെ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ഗ്രൗണ്ട്, നല്ല പുല്ലൊക്കെ വെച്ച് നല്ലപോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ. അഥവാ ബൈ ചാൻസ് ഒന്നും വീണാലും കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് കളി ഏതാണ്ട് തുടങ്ങാറായിട്ടില്ല, ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നേ ഉള്ളൂ. ഇത് ഫുട്ബോൾ കോർട്ടാണിത്. ആൾക്കാരൊക്കെ കളിക്കാനൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു പുണ്യമാസം തുടങ്ങുന്ന ഇതിവിടാണ്. അതായത് ജൂലൈ 17-ാം തീയതി നമ്മുടെ കർക്കിടക മാസം തുടങ്ങുകയാണ്. അപ്പം വീട്ടിലെ ഈശ്വര ഭക്തിയും കാര്യങ്ങളുമൊക്കെ ഉള്ളവർക്ക് ഏതാണ്ട് രാമായണം വായിക്കാം. നമ്മൾ വിളക്ക് കത്തിക്കുന്ന ആ സമയം മുതൽ ഒരു 9 മണി വരെയൊക്കെ ഇരുന്ന് രാമായണം വായിക്കാം. നല്ലൊരു ഇതാണ്. അപ്പോൾ അതാരും പാഴാക്കാതിരിക്കുക. അപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 17-ാം തീയതി ആണ് മലയാള മാസം 1, കർക്കിടക മാസം തുടങ്ങുകയാണത്. രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നതിന്. അപ്പം ഈശ്വര വിചാരവും കാര്യങ്ങളുമൊക്കെ ഉള്ളവർക്ക് അത് നമുക്ക് നല്ല പാസറ്റ് കളി, ഒരു വലിയ അടിയൊന്നും അടിച്ച് കളിക്കുന്നൊരു കളിയല്ല ഇത്. ഉണ്ടല്ലേ? അങ്ങനെ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് അവിടെ. ഒരു ഗോൾ അങ്ങനെ അടിച്ചത്. തിരിച്ചടിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ വീണ്ടും ഈ ഗോൾ പോസ്റ്റിലോട്ട് കൊണ്ടിരുന്നു.
ഇവിടെ അപ്പുറത്തൊന്നു നല്ല ആൾക്കാർ നല്ല അങ്ങനൊരു ത്രോ ഇവരടിക്കുന്നത് ഇങ്ങനെയാണ്, താഴെ വെച്ചാണ് ത്രോ ഇടുന്നത്. ത്രോ അടിക്കണത് ഇങ്ങനെയാണ് അവർ ത്രോ അടിക്കുന്നത്. അപ്പോൾ ഈ കളി നടക്കുന്നത് യൂക്കോയുടെ ഗ്രൗണ്ടിലാണ് ഈ കളി നടക്കുന്നത്, ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ഈ കളി നടക്കുന്നത്. ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് തന്നെയാണ്, അവർക്കൊക്കെ കളി അറിയാവുന്ന ആൾക്കാർ തന്നെ. പിന്നെ വലിയ കളി ഇതൊന്നും ഇല്ലാതെ പാസിട്ട് തന്നെ കളി. അവിടെ ഒരാളിരുന്നു, അവിടെ ഒരാളിരുന്നു, അവിടെ ഒരാളിരുന്നു. വീണ്ടും ഒരു കളി പുനരാരംഭിച്ചു. ഇങ്ങനെ ഒരാൾക്ക് പരിക്കൊക്കെ പറ്റി കുഴപ്പമൊന്നുമില്ല, ആൾ നല്ല സൂപ്പറായിട്ടിരിക്കുന്നു. പരിക്ക് പറ്റിയ ആൾ മരത്തിൻ്റെ ഏരിയുണ്ട്, കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. കളി വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. നല്ല കളിയായിരുന്നു, നല്ല രീതിയിൽ വന്നിരുന്ന കളിയായിരുന്നു. ഒരു ഗോൾ തിരിച്ചടിക്കാനുള്ള നടക്കുന്നില്ല ഇവരെ കൊണ്ടത്. കളി അറിയാവുന്നവർ മൊത്തം എതിർവശത്തായിപ്പോയി. വീണ്ടും ഒരു പന്തുമായിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത് തന്നെയായിരിക്കും കേട്ടോ, ഫുട്ബോൾ കളി ഇവിടുത്തെ. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ മാസം 17-ാം തീയതി നമ്മുടെ കർക്കിടക മാസം തുടങ്ങുകയാണ്. അതായത് രാമായണ മാസം. വീട്ടിൽ പാരായണം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ, അതാണായാലും ശരി പെണ്ണായാലും ശരി, വൈകിട്ട് വിളക്ക് കത്തിച്ച് ഒരു 2 മണിക്കൂർ നേരം നമുക്ക് രാമായണം പാരായണം നടത്താവുന്നതാണ്. അല്ലെങ്കിൽ സമയമില്ലാത്തൊരു കാലത്ത് ആ സമയം കിട്ടുന്നെങ്കിൽ കാലത്തിന് 2 മണിക്കൂർ പാരായണം നടത്താവുന്നതാണ്. അങ്ങനെ ഈ ഒരു മാസം നല്ല പുണ്യമാസമായിട്ട് കരുതി ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 2 മണിക്കൂർ രാമായണം വായിക്കാവുന്നതാണ്. ഗോളടിക്കാനുള്ള എല്ലാ തന്ത്ര പരിപാടികളും നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ചുറ്റിപ്പോയി അത് എല്ലാവരും തിരിച്ചങ്ങോട്ട് ഇറങ്ങുകയാണ്. ഗോൾ നല്ല അടിപൊളി 2 ഗോളാകാവുന്ന പന്ത് പിടിച്ചിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് തിരിച്ചുകയാണ്. പ്രദേശത്തെ പോസ്റ്റ് വെച്ച് നഷ്ടപ്പെട്ടു പോയി. വീണ്ടും അവിടുന്ന് ചെല്ലുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല പരിപാടിയൊന്നും അവിടെ.
എതിർകക്ഷികൾ എല്ലാം പ്രബലന്മാരായിപ്പോയി. ആവുന്നവർ ശ്രമിക്കുന്നുണ്ട് അടിക്കാൻ, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഒന്നടിച്ചിരിക്കുകയാണ്, തിരിച്ചവരടിച്ചിരിക്കുകയാണത്. അങ്ങനെ 1-1 വീണ്ടും കളി തുടങ്ങിയിരിക്കുന്നു. അവിടെ വീണ്ടും ഒരു അടിയാണ്. ഒന്നും പറ്റിയില്ല. അയ്യോ, കൊള്ളാം. അപ്പം അങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതൊക്കെ അത്ര സേഫ്റ്റി അല്ല. എന്നാലും ഇങ്ങനെ അടുത്തിരുന്ന് തന്നെയാണ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത്. ഇവിടുന്ന് മാറിയിരിക്കണം ഇനി, അല്ലാതെ ശരിയാവത്തില്ല. ഇത്രയൊക്കെ മതി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും തരിക. ഓക്കെ.